Hello guys, I am Azmas and welcome back to my channel Superness. ഇതാണ് സൂപ്പർനെസ് സൂപ്പർ ഹീറോസ്. സൂപ്പർനെസ്സിൻ്റെ വേണ്ടി ഒരു പുതിയ മാർവൽ ഇട്ടൊഴിക്കും എല്ലാ സൂപ്പർ ഫാൻസിനും സ്വാഗതം. സോ അങ്ങനെ മാർവൽ ഫാൻസിന് വളരെ സന്തോഷം നൽകുന്ന ഒരു ന്യൂസാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. നമ്മുടെ ഹൾക്ക് അല്ലെങ്കിൽ മാർക്ക് റഫല്ലോ ബ്രൂസ് ബാനർ അഥവാ ഹൾക്കായിട്ട് MCUയിലോട്ട് തിരിച്ചു വരാൻ പോകുന്നു. അത് നമ്മൾ വളരെ ഉടനെ തന്നെ നമ്മൾ കാത്തിരിക്കുന്ന ഒരു സിനിമയിൽ തന്നെയാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ മുമ്പ് നിങ്ങൾ ഇതുവരെ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മാർവൽ DC കോമിക്സ് മൂവീസ് ഗെയിംസ് റിലേറ്റഡ് ആയിട്ടുള്ള ഓസം ആൻഡ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഞാൻ വേണ്ടി അപ്ലോഡ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഞാൻ വീഡിയോ ഇറങ്ങാം. സോ ഞാൻ തന്നെ പറയട്ടെ, ഈ ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ അപ്കമിങ് സ്പൈഡർമാൻ മൂവി ആയിട്ടുള്ള സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയിൽ നമ്മുടെ മാർക്ക് റഫല്ലോ അദ്ദേഹത്തിൻ്റെ ബ്രൂസ് ബാനർ അഥവാ ഹൾക്ക് എന്ന് പറയുന്ന റോള് റിപ്രൈസ് ചെയ്യാൻ പോകുന്നു എന്നൊരു ന്യൂസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് 99.9% കൺഫേംഡ് ആണ്. ഇതൊരു ടിപ്പ് വെച്ച് കൺഫേം ചെയ്താൽ മാത്രം മതി. ഇത് ഓൾമോസ്റ്റ് ഇൻസൈഡേഴ്സ് എല്ലാം കൺഫേം ആക്കിയൊരു ന്യൂസാണ്. സോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും എന്ത് റോളായിരിക്കും ഒരു സ്പൈഡർമാൻ മൂവിയിൽ നമ്മുടെ ഹൾക്കിനുണ്ടാവുക എന്നെന്ന്. പക്ഷേ എൻ്റെ ഒരു ഇതനുസരിച്ച് ഈ ഒരു ഇതിൽ നമ്മുടെ ഈ ഒരു മൂവിയിലോട്ട് കൊണ്ടുവരാനായിട്ട് പോകുന്നത് സാവേജ് ഹൾക്ക് എന്ന് പറയുന്ന ഹൾക്കിൻ്റെ ഒരു വേരിയൻ്റ് ആയിരിക്കും. നമ്മൾ ലാസ്റ്റ് ആയിട്ട് കണ്ടത് പ്രൊഫസർ ഹൾക്കാണ്. നമ്മൾ ഷാങ് ചീച്ച പോസ്റ്റർ സീൻ കണ്ടതും പിന്നെ അല്ലാതായിട്ട് നമ്മൾ ഷീ ഹൾക്കിൽ കണ്ടതൊക്കെ നോർമലായിട്ടുള്ളൊരു ഹൾക്കാണ്. ഒരു ദേഷ്യമൊന്നും ഇല്ലാത്തൊരു നോർമൽ ഹ്യൂമൻ ഫോമിൽ മുന്നോട്ട് പോകുന്ന ഒരാൾക്കിനെയാണ് കാണുന്നത്. പക്ഷേ ഇതിലോട്ട് വരുമ്പോൾ സാവേജ് ഹൾക്ക് അല്ലെങ്കിൽ ഹൾക്കിൻ്റെ തന്നെ വൺ ഓഫ് ദ എന്താ പറയുക വയലൻ്റ് ആയിട്ടുള്ളൊരു ഫോംസാണ് സാവേജ് ഹൾക്ക്. വേൾഡ് വാർ ഹൾക്കൊക്കെ വരുമെന്ന് പലരും പറയുന്നുണ്ട്, പക്ഷേ അതൊന്നും അത്ര കൺഫേം ആകാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു ക്യാരക്ടർ നമ്മുടെ പീറ്റർ പാർക്കറിൻ്റെ മെൻറ്ററായിട്ട് വരാനായിരിക്കും ഈ പോകുന്നത്. കാരണം നമ്മൾ സ്പൈഡർമാൻ ഹോം കമ്മിങ്ങിൻ്റെ ഒരു സീൻ എടുത്ത് ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ അവിടെ അമേരിക്കയിലെ ഒരു ബെസ്റ്റ് സയൻറ്റിസ്റ്റുകളുടെ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ആ ഒരു നമ്മളൊരു പീറ്റർ പഠിക്കുന്ന സ്കൂളിൽ ആ ഒരു നമ്മൾ ബ്രൂസ് ബാനറിൻ്റെ ഒരു പടം കണ്ടിട്ടുണ്ട്. സോ മിക്കവാറും അദ്ദേഹത്തിൻ്റെ സയൻസിലുള്ള ഒരു ഇത് കാരണം മിക്കവാറും നമ്മുടെ പീറ്റർ പാർക്കറിൻ്റെ മെൻറ്ററായിട്ട് തന്നെ ആയിരിക്കും വരുന്നത്. പിന്നെ കോമിക്സിൽ നമ്മുടെ ബ്രൂസ് ബാനറും നമ്മുടെ എന്താ പറയുക സ്പൈഡർമാനും പീറ്റർ പാർക്കറും ഒരുപാട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. നേരിട്ട് ഇൻട്രാക്ഷൻസ് ഉണ്ടായിട്ടുണ്ട്. സോ എന്തൊക്കെ തന്നെയാലും ഇവിടെ നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഒരു നോർമൽ ഹൾക്ക് അല്ലെങ്കിൽ നോർമലായിട്ട് ലൈഫ് ലീഡ് ചെയ്ത് പോകുന്ന നമ്മുടെ ബ്രൂസ് ബാനറിന് പെട്ടെന്ന് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെന്ന് വെച്ച് ട്രിഗർ ചെയ്തിട്ടായിരിക്കണം സാവേജ് ഹൾക്ക് അല്ലെങ്കിൽ ഒരു വയലൻ്റ് ആയിട്ടുള്ള ഹൾക്കിൻ്റെ ഫോമിലോട്ട് പോകാൻ പോകുന്നത്. അതിന് മെയിനായിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ മിസ്റ്റർ നെഗറ്റീവ് എന്ന് പറയുന്ന വില്ലൻ ഈ സിനിമയിൽ വരുമെന്നാണ് പറയുന്നത്. സോ അയാളുടെ വേണ്ടിയിട്ടുള്ള കാസ്റ്റിങ്ങിനും നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ആ ഒരു സംഭവം ആ ഒരു വില്ലനായിരിക്കണം ഒരു പക്ഷേ നമ്മുടെ ബ്രൂസ് ബാനറിനെ ട്രിഗർ ചെയ്യാനായിട്ട് പോകുന്നത്. അത് മാത്രമല്ല, ഞാൻ വീഡിയോ ചെയ്യാത്തതാണ്, എനിക്ക് എടുത്തൊരു വിസ്റ്റൺ ടൂത്ത് എക്സ്ട്രാക്ഷൻ കഴിഞ്ഞു, അതുകൊണ്ടാണ് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് വീഡിയോ ചെയ്യാത്തത്. സോ ഈ അടുത്ത് വന്ന ഇതാണ്, അതായത് നമ്മുടെ അവഞ്ചേഴ്സ് ഡൂംസ്ഡേയും അവഞ്ചേഴ്സ് സീക്രട്ട് വാർസും പുഷ് ചെയ്തിരിക്കുകയാണ്. അടുത്ത വർഷം മെയിൽ ഇറങ്ങേണ്ടിയിരുന്ന അവഞ്ചേഴ്സ് ഡൂംസ്ഡേ ഡിസംബറിലോട്ട് മാറ്റിയിരിക്കുകയാണ്. സോ അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് മൂവീസ് വരാണ്ട് ഇരിപ്പുണ്ട്, മിസ്റ്ററി ആയിട്ടുള്ള മൂവി. അതായത് അവഞ്ചേഴ്സ് ഡൂംസ്ഡേക്ക് സീക്രട്ട് വാർസിൻ്റെ ഇടയ്ക്ക് നടുക്കായിട്ടൊരു മിസ്റ്ററി മൂവി മാർവൽ അനൗൺസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഈ ഒരു അവസരം കണക്കിലെടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഷാങ് ചീയുടെ ഒരു സീക്വൽ ഇപ്പം എടുത്താൽ വളരെ നന്നായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. സോ എന്തായാലും നമ്മുടെ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ എന്ന് പറയുന്ന കോമിക്സിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു എന്താ പറയുക മൂവി വരാനായിട്ട് പോകുന്നത്. സോ ആ ഒരു കോമിക്കിനെ കുറിച്ച് നമുക്ക് അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യേണ്ട അത്രയും വലിയ രീതിക്ക് കവർ ചെയ്തേണ്ട ഒരു ടോപ്പിക്കാണ്. എന്തൊക്കെ തന്നെയാലും നമ്മുടെ ഹൾക്കിൻ്റെ റൈറ്റ്സ് ഇരിക്കുന്നത് ഇപ്പം മാർവലിൻ്റെ യൂണിവേഴ്സിറ്റിയിൽ അങ്ങനെയാണ്. സോ അവർ റൈറ്റ്സിൻ്റെ ഒരു കളി കാണിച്ച് കുളമാക്കാതിരുന്നാൽ മതി. ഒരു ഇൻക്രെഡിബിൾ ഹൾക്കിലൊക്കെ കണ്ടതുപോലത്തെ ഒരു എഫക്റ്റിൽ നമ്മുടെ മാർക്ക് റഫലെ കൊണ്ടുവന്ന തിയേറ്ററൊക്കെ പൂരപ്പറമ്പാവുക, അത് മാത്രം മതി. സോ ഗൈസ്, ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. സോ ഗൈസ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗൈസ്, മറ്റൊരു മാർവൽ വീഡിയോ നമുക്ക് വീണ്ടും കണ്ടാം. അതിന് ദിസ് ഇസ് മീ ആത്മജിത്ത് സൈനിങ് ഔട്ട് ആൻഡ് യു ആർ സൂപ്പർ ഹീറോസ്.